Hello friends, once again welcome back to my channel. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമ്മളെ ഏതൊരു ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഫീച്ചർ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഇപ്പോൾ നമ്മൾ ഒരേ സമയം നമ്മളെ ഫോണിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നോർമലായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കാം, അതുപോലെ നമുക്കിപ്പോൾ വാട്സപ്പിൽ ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം എന്നാൽ നിങ്ങൾ ആ ഒരു സമയത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കാണണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കണം. അതായത് ഒരു സ്ക്രീനിൽ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഒട്ടുമിക്ക ഫോണുകളിലും ഈ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതാണ്, ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഏതൊരു ഡിവൈസ് ആയാലും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ കയ്യിലുള്ള രണ്ട് ആൻഡ്രോയിഡ് ഡിവൈസ്, ഒന്ന് ഹുവാവിയുടെ ഒരു ഫോണിലും അതുപോലെ ഞാൻ സാംസങ്ങിൻ്റെ ഒരു ഫോണിലുമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ രണ്ട് ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ഇതിലുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇനി മറ്റേതെങ്കിലും ഫോണുകളാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ബ്രാൻഡുകളുടെ ഫോണാണെങ്കിൽ ആ ഒരു ഫോണിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ കുറച്ച് പഴയ ഫോണുകളാണ്, ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കുറച്ച് പഴയ ഒരു വേർഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഡിവൈസാണ്, ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ഇല്ല എങ്കിൽ കൂടി ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അധികം സമയങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേറ്റ് ചെറിയ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു. കാരണം ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ അറിവ് നിങ്ങളെ മറ്ററിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഹുവാവിയുടെ ഡിവൈസിൽ എങ്ങനെ ഞാൻ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ യൂട്യൂബോ വാട്സപ്പോ ഫേസ്ബുക്കോ എന്തെങ്കിലും ഞാനിപ്പോൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. പെട്ടെന്ന് എനിക്കിപ്പോൾ മറ്റൊരു ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്ക്രീനിൽ ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിവിടെ ഹാഫ് സ്ക്രീനായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് എൻ്റെ ഫോണിലുള്ള മറ്റേത് ആപ്പ് വേണമെങ്കിലും ഇവിടെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് സൈഡിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചിലപ്പോൾ നിങ്ങളെ ഫോണിൽ വന്നു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഹുവാവിയുടെ ഫോണിൽ എല്ലാ ഫോണിലും ചിലപ്പോൾ ഹുവാവിയുടെ തന്നെ എല്ലാ ഫോണിലും ചിലപ്പോൾ ഈ ഒരു ഫീച്ചർ വർക്കായി എന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിതിപ്പോൾ ഹുവാവി അല്ല മറ്റേത് ബ്രാൻഡായാലും ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയി ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. സ്പ്ലിറ്റ് എന്നിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന്. അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലുള്ള ഈ ഒരു ഫീച്ചർ എൻ്റെ ഫോണിലുണ്ട്. അത് ഞാനിവിടെ ഓൺ ചെയ്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇനി ഈ ഒരു ഫീച്ചർ ഉണ്ട് എന്ന് വരില്ല. അപ്പോൾ നമുക്ക് നോർമലായിട്ട് എല്ലാ ഡിവൈസിലും ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത്, അതുപോലെ വാട്സപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത്, അതിനുശേഷം ഞാൻ ജസ്റ്റ് മിനിമൈസ് ചെയ്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത്, അപ്പോൾ ഈ ഒരു ഇവിടെ നമുക്ക് കാണാൻ താഴെയായിട്ട് ഒരു ബാക്ക് ബട്ടൺ, അതുപോലെ ഒരു ഹോം ബട്ടൺ, അതുപോലെ ജസ്റ്റ് ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടൊരു ബട്ടണും കൂടി ഇവിടെ കാണാം. അതായത് നമ്മളെ ഫോണിൽ മിനിമൈസ് ആയി കിടക്കുന്ന ആപ്പുകളൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ കാണാൻ എൻ്റെ ഫോണിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാതും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ മുകളിലായിട്ട് ഇവിടെ കാണാൻ ഒരു ചെറിയ രണ്ട് ബോക്സിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ്ബുക്ക് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് വരുന്നതാവും. അതിനുശേഷം മറ്റേതൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാണ്. അതിനുശേഷം മറ്റേ ആപ്പ് വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാവുന്നതാണ്, നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഏകദേശം എല്ലാ ഫോണിലും വരാറ്. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള സാംസങ്ങിൻ്റെ ഒരു ഡിവൈസിൽ കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിൽ ലേശം വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ കാണാൻ എൻ്റെ സാംസങ്ങിൻ്റെ ഡിവൈസിൻ്റെ സ്ക്രീനാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മിനിമൈസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഞാൻ അതിനുശേഷം ഇവിടെ വീണ്ടും ഇതും മിനിമൈസ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കാം മിനിമൈസ് ആയി കിടക്കുന്ന ആപ്പുകൾ എവിടെ നമുക്ക് കാണാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തന്ന ബട്ടൺ റൈറ്റ് സൈഡിലായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്കത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ ഒരു ബട്ടൺ വന്നിട്ടുള്ളത്. അപ്പോൾ പല ഫോണിലും ചിലപ്പോൾ റൈറ്റ് ആവും, ചിലപ്പോൾ ലെഫ്റ്റ് ആവും. അപ്പോൾ ഇതിൽ നമുക്കിവിടെ വന്നിട്ടുള്ളത് ലെഫ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബട്ടണിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്.
ഇപ്പോൾ ഇവിടെ കാണാം മിനിമൈസ് ആയി കിടക്കുന്നത് കാണാം ഈ ഒരു യൂട്യൂബും പ്ലേ സ്റ്റോർ. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ മറ്റേതൊരു ആപ്ലിക്കേഷൻ ആയാലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഇപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കണം. യൂട്യൂബ് അതുപോലെ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് മിനിമൈസ് ആയി കിടക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് യൂട്യൂബിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അതിവിടെ സ്പ്ലിറ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും, മുകളിൽ വന്നിട്ടുണ്ട്. ഇനി അവിടെ എൻ്റെ മെനു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കാണാൻ എൻ്റെ ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് സാംസങ്ങിൻ്റെ ചില ഡിവൈസുകളിൽ ഉപയോഗിക്കുക. ഇനി ഞാൻ കുറച്ച് പഴയൊരു എൻ്റെ കയ്യിലൊരു സാംസങ്ങിൻ്റെ S7 എഡ്ജ് ഉണ്ട്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ കൂടി ഒന്ന് കാണിച്ചു തരാം. അതിൽ മറ്റൊരു രീതിയിലാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ 2 ബോക്സിൻ്റെ ഐക്കണാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ നമ്മളെ ഫോൺ ആപ്പുകൾ ഏതൊക്കെ മിനിമൈസ് ആയി കിടക്കുന്നുണ്ട് ആ ഒരു ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം എൻ്റെ ഫോണിൽ ഇപ്പോൾ ഈ 2 ആപ്ലിക്കേഷനാണ് മിനിമൈസ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇതിലിവിടെ കാണാൻ ഒരു ചെറിയ ബോക്സിൻ്റെ ഐക്കൺ ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഡിവൈസിൽ തന്നെ പല രീതികളിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പോൾ ഹുവാവിയുടേതായാലും ഈ 2 ബോക്സിൻ്റെ ഐക്കണായിരുന്നു, പക്ഷേ വേറെ രീതിയിലായിരുന്നു അവിടെ കണ്ടിരുന്നത് മുകളിലായിട്ട്. അപ്പോൾ പല രീതിയിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഫീച്ചർ നമ്മൾ ഉപയോഗിക്കാറ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ നമ്മളെ ഫോണിൽ ഈ ഒരു ഫീച്ചർ നിലവിലുള്ള ഫോണുകളിലൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഇതാണ് കാണിച്ചത്. ചിലപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും, പക്ഷേ ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചതെന്നൊക്കെ. ഇനി നമുക്ക് കുറച്ച് പഴയത് കുറച്ച് ആൻഡ്രോയിഡിൻ്റെ തന്നെ കുറച്ച് പഴയൊരു വേർഷനായിട്ടുള്ള ഏതെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിലവിൽ ആ ഒരു ഫോണിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇതുപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ ഡ്യുവൽ വിൻഡോ എന്നിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇതുപോലെ അതിനുശേഷം ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കാണും. ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഫ്രണ്ട്സ്, ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്യാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് അവിടെ നമ്മൾ നെക്സ്റ്റിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൺ എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണാം എനേബിൾ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പെർമിഷനൊക്കെ ഒന്ന് എലോ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഈ ഒരു പെർമിഷൻ ഇവിടെ എലോ ചെയ്യാണ്. അതിനുശേഷം അവിടെ വീണ്ടും ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് ഇവിടെ കാണാം അലോ ആക്സസ് ടു സ്പ്ലിറ്റ് സ്ക്രീൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇത് ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ കാണാം അതിൻ്റെ അടുത്ത് തന്നെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരുന്നതാവും. ഇതിൽ നമ്മളിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാം സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം. ഇതിൽ ഇവിടെ ഓഫ് ആയിട്ടാവും കിടക്കുക. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഒരു ബട്ടൺ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. വീണ്ടും ബാക്കിലോട്ട് വരിക. അപ്പോൾ ഈ ഒരു പെർമിഷൻ നമ്മളിവിടെ അലോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമ്മളിവിടെ 4ാമത്തെ ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ബട്ടണിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു പേജ് വരും. അപ്പോൾ ഈ ഒരു ബട്ടൺ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇവിടെ ഒന്ന് അലോ ചെയ്യാം. അതിനായിട്ട് ഇവിടെ താഴെ ഒരു ബട്ടൺ കാണാം. അതിലോട്ട് നമ്മുടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അത് അലോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഇവിടെ നമുക്ക് ഇവിടെ സ്ക്രീനിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് വരികയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇതുപോലൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബട്ടൺ നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടണിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിനുശേഷം ഈ ഒരു ബട്ടണിലോട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഈ ഒരു ബട്ടണിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ആപ്പ് ലിസ്റ്റിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഫോണിലുള്ള മറ്റേത് ആപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇല്ലാത്തവർക്ക് കുറച്ച് പഴയൊരു വേർഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.